എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ഡക്ക് റോസ്റ്റ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കുരുമുളക് ഇട്ട് വരട്ടിയ ഒരു ഡക്ക് റോസ്റ്റ്, കുരുമുളക് ഇട്ട് വരട്ടിയ താറാവ് കറി ഇതോ നമ്മൾ പറയില്ലേ, അതുപോലെ ഒരു കുട്ടനാടൻ റോസ്റ്റ് താറാവിൻ്റെ. അപ്പോൾ അതൊന്നും ചെയ്യാൻ പോകണം. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ താറാവ് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നാളികേരക്കൊത്ത്, ഒരു നാളികേരത്തിൻ്റെ കൊത്തുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 തക്കാളി, ഒരു 4 പച്ചമുളക്, പിന്നെ ഒരു 4 സവോള ഇന്ത്യ ഇടത്തരം വലുപ്പത്തിലുള്ളത്, പിന്നെ ഒരു 150-200 ഗ്രാം ഉണ്ട് ചെറുള്ളിട്ടാ, ചെറുള്ളി വേണം. അപ്പൊ ഞാൻ കുറച്ച് ഒരു പകുതി നാളയത്തിന്റെ പാലുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഉണ്ട്. അപ്പൊ ഞാനിത് കുക്കറിൽ എങ്ങനെ വേവിക്കണമെന്ന് വെച്ചാല് ആദ്യം കുറച്ച് മഞ്ഞപ്പൊടി, താറാവ് 1 കിലോനാണ് കേട്ടോ, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ് ഒരു 2 ടീസ്പൂൺ ഉപ്പിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഞാൻ ഒരു 2 ടീസ്പൂൺ. ഇപ്പൊ കുരുമുളക് പൊടിയാണ് നമ്മളിതിൽ കൂടുതൽ ചേർക്കണേ. മുളക് പൊടി ലാസ്റ്റ് കുറച്ച് ചേർക്കണം എന്നുള്ളത് അത്യാവശ്യമൊന്നുമില്ല. ശരിക്കും കുരുമുളക് പൊടി ഇട്ടിട്ടാണ് താറാവ് റോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ കുരുമുളക് ഇട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഈ നാളികേരക്കൊത്ത് ഇട്ടുണ്ട്. നാളികേരക്കൊത്ത് ഇറച്ചിയിലെ കൂട്ടിയിട്ട് വേവിക്കണം, എന്നാലും ടേസ്റ്റ് ഉള്ളൂ. എല്ലാ നാളികേരക്കൊത്തും ഇട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതിൻ്റെ കുറച്ച് ഉണ്ട്. പിന്നെ നമുക്കത് റോസ്റ്റ് ചെയ്യുമ്പോൾ വേണം. തക്കാളി ഞാൻ അതിൻ്റെ കൂടി, അപ്പോൾ തക്കാളി ഞാൻ ഇട്ടു. കുറച്ച് സവോള ഇട്ടുണ്ട് ഇതിന്, പിന്നെ 2 പച്ചമുളക് ഇട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പറഞ്ഞത് ചതച്ചതിട്ടുണ്ട്. എന്നിട്ട് ഇത് ഞാൻ നന്നായി കൂട്ടി തിരുമ്പിയിട്ട് കുക്കറിൽ വേവിക്കാം കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ താറാവ് ഇതുപോലെ ആയിട്ടാണ് ഉണ്ടോ. അത് ഞാൻ വെള്ളം കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ വെള്ളം വറ്റിക്കാനായിട്ട് ഞാൻ വെച്ചു. അപ്പോൾ കുറച്ച് വെള്ളം വറ്റിയെങ്കിൽ നാളികേരക്കൊത്തും തക്കാളിയും ഇതിൻ്റെ കൂട്ടിയിട്ട് വേവിക്കണം കേട്ടോ. നല്ല കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. സവോളയും ചെറിയുള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടില്ലേ, അത് ഞാൻ വാട്ടാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് മസാലയും കൂടി ചേർക്കാണ്ട്, പൊടികൾ ചേർക്കാണ്ട്, മസാലയല്ല പൊടികൾ ചേർക്കാണ്ട് കേട്ടോ. ഞാൻ കാണിച്ചത് വാടി വെച്ചാൽ ഇത് വാഴണ്ടി വന്നപ്പോൾ ഇറച്ചിയുടെ വിസിൽ എത്രയാണെന്ന് വെച്ചാൽ ഒരു 3 വിസിലാണ് ഞാൻ താറാവ് വേവിക്കാൻ എടുത്തത് കേട്ടോ. 3 വിസിൽ. അത് കഴിഞ്ഞിട്ട് വെള്ളം ഉണ്ടെങ്കിൽ അതിലെനിക്ക് വറ്റിക്കണം. പിന്നെ ഞാൻ ഇതിലിടാൻ പോണ പൊടികൾ എന്ന് വെച്ചാൽ നമ്മുടെ മല്ലിപ്പൊടി ഒരു 4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി കുറച്ച് എടുത്തിട്ടുള്ളൂ. മുളക് പൊടിയുടെ ആവശ്യം അധികം ഇല്ല ഇതിന്, ഡക്കിന്. എന്നിട്ട് ഇതൊന്ന് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാനിത് മൂപ്പിക്കുന്നത്. നമ്മൾ നാടൻ കറി കാരണം വെളിച്ചെണ്ണ ആയിരിക്കും ഏറ്റവും ടേസ്റ്റ് ഓയിലിനേക്കാളും. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യേണ്ടത്. ഇതിങ്ങനെ വാടി വരുന്നില്ലേ, വാടി വരുമ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. കുറച്ചെന്ന് പറയുമ്പോൾ ഒരു ഇത്രയ്ക്ക്. പിന്നെ അധികം എരിവൊന്നുമില്ല, അതില്ലാത്ത കാരണം ഞാൻ ഇങ്ങനെ ഇടുന്നത്. നമ്മൾ മേടിച്ച് പൊടിക്കുന്നതാണെങ്കിൽ നല്ല എരിവുണ്ടാവും. ഞാൻ റെഡിമെയ്ഡ് പാക്കറ്റ് മേടിച്ചത്, അപ്പോൾ അധികം അങ്ങനെ എരിവെന്ന് പറയാനില്ല. പിന്നെ കുരുമുളകിൻ്റെ ആണ് ഇതിൻ്റെ ഫ്ലേവർ കൂടുതൽ നിൽക്കേണ്ടത്. കുരുമുളകിൻ്റെ ഒരു ഇതായിട്ട് ഞാനിതിലേക്ക് നമ്മൾ കഴിച്ച് വെച്ചാൽ താറാവിന് ഇടുന്നത്. എല്ലാവരും കുക്കറിൽ കഴിച്ചാൽ എല്ലാവരുടെ അതിരിക്കട്ട് എല്ലാവരും നാളേക്ക് നല്ല ഗ്രേവി നമ്മളിതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റാം. അപ്പോൾ നമ്മളിതിലേക്ക് നാളികേരപ്പാലം ചേർത്തിട്ടില്ല കേട്ടോ, നാളികേരക്കൊത്ത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ടാണ് ഗ്രേവി ആക്കുന്നത്. ഇപ്പോൾ ഗ്രേവി വറ്റിയുണ്ടാവും, പെട്ടെന്ന് വറ്റി. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ഈ നാളികേരപ്പാലം നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ളത്. ഒരു നാളികേരത്തിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ, അത്ര മതി ഇരിക്കും. ഞാൻ റോസ്റ്റ് അല്ല ചെയ്യുന്നത്. ഒഴിച്ചിട്ടോ ഇനി ഇത് നന്നായി വഴണ്ട്. അപ്പോൾ നമ്മുടെ താറാവ് റോസ്റ്റ് ശരിയായി വന്നു. ഇനി ഇതിലേക്ക് ഞാൻ മസാല ചേർത്തിട്ടില്ലേ, നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ, അപ്പോൾ ഞാനതൊരു 2 ടീസ്പൂൺ ചേർത്തിട്ടോ. 2 ടീസ്പൂൺ ചേർത്തു. ഇനി ചേർത്തിട്ട് അവസാനം ഒരു സാധനം കൂടി ചേർക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ താറാവിന് ഒരു പച്ചമണം ഉണ്ടാവും. പച്ചമണം പോകാനായിട്ട് ഞാൻ കുറച്ച് ഒരു
ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അത് പിഴിഞ്ഞോ, വിനീഗർ കേട്ടോ, 2 ടീസ്പൂൺ കേട്ടോ. അതൊന്ന് തിരിപ്പിച്ചത് അത് അവസാനം ചേർത്താൽ മതി. കാരണം നമ്മൾ നാളികേരപ്പാൽ ഒഴിക്കണ കാരണം ആദ്യമേ ചേർത്താൽ നാളികേരപ്പാൽ പിരിയും. അപ്പോൾ അത് പിരിയാണ്ടിരിക്കാൻ അവസാനം ചേർക്കാം ഒരു പുളിപ്പിന്. ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ മതി. അപ്പം ഞാനത് സെർവ് ചെയ്ത് കാട്ടിയത് എല്ലാം കഴിഞ്ഞു. ഇനി സെർവ് ചെയ്ത് കാട്ടി ഞാൻ കളർ റോസ്റ്റ് റെഡിയായി. ഞാൻ സെർവ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താറാവ് വെക്കുമ്പോൾ നമ്മൾ നാളികേരപ്പൊടി അതിൻ്റെ കൂടി ഇട്ടിട്ട് വേണം വേവിക്കാം. കുരുമുളകുപൊടിയും തക്കാളിയും ചേർക്കണം. അപ്പോൾ പെട്ടെന്ന് കൊണ്ടുവരും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. കുട്ടനാടൻ സ്റ്റൈലിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.